ഒഴുക്കിലെ ഒരു ഇല പോലെയാകണം നിന്റെ ശിഷ്യൻ എന്ന് ബുദ്ധഗുരു പറയുന്നുണ്ട്. ഒരു ശിഷ്യനെ തിരുത്തേണ്ടി വരുമ്പോൾ പുലർത്തേണ്ട മൃദുലമായ സമീപനത്തെക്കുറിച്ചാണ് അതിനർത്ഥം. ഒഴുക്കിലെ ഒരു ഇല അതിനെ ചെറിയ ദിശകൾ മാറ്റേണ്ടി വരുമ്പോൾ വളരെ മൃദുലമായ ഭാരം കുറഞ്ഞ ഒരു ചെടിത്തണ്ടുകൊണ്ട് ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി. വളരെ ബലമായി അതിനെ സ്പർശിക്കരുത്. അപ്പോൾ ചെറിയ സ്പർശം കൊണ്ട് ആ ഇല അതിൻ്റേതായിട്ടുള്ള ദിശ കണ്ടെത്തിക്കൊള്ളും. ഒരു ശിഷ്യനോട് നമ്മൾ പുലർത്തേണ്ട ഏറ്റവും മൃദുലമായ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സമീപനം അതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാലയം എന്ന് പറയുന്നത് ഒരു വികസിത ഗർഭപാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സ്നേഹവും കരുതലുമെല്ലാം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുവാൻ ഒരു വിദ്യാലയത്തിന് കഴിയണം. അങ്ങനെയാണ് ഒരു വിദ്യാലയം വികസിത ഗർഭപാത്രമാണ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ വിദ്യാലയങ്ങൾക്ക് അത്രമേൽ സ്നേഹത്തോടെ വിദ്യാർത്ഥികളോട് പെരുമാറാൻ കഴിയാറില്ല. മത്സരങ്ങളാണ്, വിജയങ്ങളാണ് ഒരു വിദ്യാലയത്തെ പലപ്പോഴും ഇന്ന് നിർണ്ണയിക്കുന്നത്. വിജയമന്ത്രങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ടാണ് ഓരോ വിദ്യാലയവും വിദ്യാർത്ഥികളെ മത്സരത്തിലേക്ക് ഇറക്കി വിടുന്നത്. സത്യത്തിൽ വിജയമെന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തെയും അസഹിഷ്ണുതയെയും അസൂയയുമെല്ലാം വളർത്തിയെടുക്കുന്ന മൂല്യമാണ്. പരാജയമാണ് കുറേ കൂടി നിർമ്മലമായ നിഷ്കളങ്കമായ ഒരു മൂല്യം, സൗന്ദര്യാത്മകമായ മൂല്യം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു വിദ്യാലയത്തിനകത്ത് വിദ്യാർത്ഥികളെ പരാജയം പഠിപ്പിക്കുകയാണ് വേണ്ടത്. പരാജയത്തിൻ്റെ ശക്തി എന്താണ്, അതിൻ്റെ സൗന്ദര്യം എന്താണ്, അതിൻ്റെ കരുത്തെന്താണ്, അതിൻ്റെ സാധ്യത എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും ഓരോ വിദ്യാലയവും ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാലയങ്ങൾ ചെയ്യുന്നത് അതല്ല എന്ന് കാണാൻ സാധിക്കും. ശരിക്കും മസ്തിഷ്കത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഒരു വഴിയുണ്ട്. മസ്തിഷ്കവും ഹൃദയവും ഒന്നു ചേർന്നുകൊണ്ട് വേണം നമ്മൾ ഒരു വിദ്യാർത്ഥിയെ പരിഗണിക്കുവാൻ എന്ന് നമുക്ക് കാണാം. സത്യത്തിൽ വിദ്യാഭ്യാസം ഒരു ഹൃദയ ശുശ്രൂഷയായി മാറുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയെ നിയന്ത്രിക്കുക, ബുദ്ധിയെ പരിശീലിപ്പിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഓരോ വിദ്യാർത്ഥിയുടെയും ഹൃദയത്തിൽ സ്പർശിക്കുവാൻ, അവരുടെ വൈകാരിക ജീവിതത്തിൽ സ്പർശിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ നിർണ്ണയിക്കുന്നത് അവൻ്റെ ആന്തരികമായ വൈകാരികമായ ജീവിതമാണ്. ബുദ്ധി കൊണ്ടല്ല ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കാതലായ ഒരു കാര്യം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന അധ്യാപകരുണ്ടാകുക എന്നതാണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വിദ്യാലയം നമ്മളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നുണ്ട്. ഒരു ക്ലാസ് മുറി എടുത്തു നോക്കുകയാണെങ്കിൽ ക്ലാസ് മുറിയിൽ പലതരം വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ആ വിദ്യാർത്ഥികളിൽ പലപ്പോഴും വികൃതി കുട്ടികളുണ്ട്. നല്ല അച്ചടക്കത്തോടു കൂടിയിട്ട് നല്ല മാർക്ക് കിട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്. ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. വികൃതി കുട്ടികളാണ് കുറേ കൂടി സാഹസികതയോടുകൂടി, കുറേ കൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിതത്തെ നേരിടുന്നത് എന്ന് കാണാം. ഇപ്പോൾ വീട്ടുമുറ്റത്ത് കിണറ്റിൽ ഒരു ആട് വന്നു വീണാൽ ആ ആടിനെ രക്ഷിക്കുവാനായിട്ട് പലപ്പോഴും ചാടിപ്പുറപ്പെടുന്നത് വികൃതി കുട്ടികളായിരിക്കും. നല്ല അച്ചടക്കത്തിൽ പഠിക്കുന്ന കുട്ടികൾ പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ വികൃതി കുട്ടികളുടെ അത്തരത്തിലുള്ളതായ സാഹസികത, അവരുടെ ആ ഒരു ആർജവം പലപ്പോഴും വലിയ പഠിപ്പുള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ പരിഗണനകളിൽ, നമ്മുടെ മുൻഗണനകളിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന വഴിയാണ് മനുഷ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വഴി എന്ന് പറയാറുണ്ട്. ആ സമയത്താണ് കുട്ടികൾക്ക് ഏറ്റവും ആർജവത്തോടുകൂടി പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയുന്നത്, ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ കഴിയുന്നത്. ആ തരത്തിലുള്ളതായ ഒരു അനുഭൂതി പലപ്പോഴും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഹൃദയ ശുശ്രൂഷ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്നുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കലുഷിതമായിട്ടുള്ള സ്വഭാവങ്ങളാകെ മാറുമെന്ന് കാണുവാനായിട്ട് സാധിക്കും.